കഞ്ഞിക്കുഴി കാരിക്കുഴി പാടശേഖരത്ത് മൂവർ സംഘം കൃഷി ചെയ്ത 15 പച്ചക്കറികളിൽ ആദ്യം വിളവെടുത്തത് നാടൻ പട്ടുചീര. വിളവെടുപ്പ് ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി.ജി. മോഹനൻ നിർവഹിച്ചു. കഞ്ഞിക്കുഴി പഞ്ചായത്ത് 15-ാം വാർഡിലെ കാരിക്കുഴി പാടശേഖരത്തിലെ സൂര്യകാന്തി പാടത്ത് മൂവർ സംഘം നടത്തുന്ന വൈവിധ്യ കൃഷിയിൽ ആദ്യം വിളവായ പട്ടുചീരയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി.ജി. മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു. വീട്ടുമുറ്റത്ത് വെച്ചു പിടിപ്പിക്കണം, അല്ലെങ്കിൽ മോശമാണെന്നുള്ളൊരു കാഴ്ചപ്പാട് തന്നെ ജനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മളുടെ ഈ നിരന്തരമായ ഇടപെടലിൻ്റെ ഫലമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ അതൊന്ന് ശക്തിപ്പെടുത്തി കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെയാണെങ്കിലും കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വിത്ത് മുളപ്പിച്ച് എല്ലായിടത്തും കൊടുക്കുന്നുണ്ട്, തൈ കൊടുക്കുന്നുണ്ട്. അതെല്ലാം കൃഷി ചെയ്യാൻ കഴിയണം നമുക്ക്. ഇതെല്ലാം ഒരുപാട് 2.5 ലക്ഷം വിത്ത് നമുക്ക് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ അത്രയും പോലും ചിലപ്പോൾ അതിൻ്റെ പകുതി പോലും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത്. നശിപ്പിച്ച് കളയുന്ന സ്ഥിതിയിലേക്കാണ്. വീട്ടിൽ കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് നശിച്ചു പോകുന്ന സ്ഥിതി വരുന്നുണ്ട്. പലയിടത്തും നമ്മൾ കാണുന്നതാണ്. അപ്പോൾ പരമാവധി നമ്മൾ കൃഷിയിലേക്ക് ആളുകളെ കൊണ്ടുവരിക, അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ കൃഷി വകുപ്പുണ്ട്, ഇവിടെ വന്ന് കൃഷി ഓഫീസറെല്ലാം ഇവിടെ ഉണ്ട്. ആളുകൾക്ക് കൃഷി ചെയ്യാനുള്ള പ്രോത്സാഹനം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. എങ്ങനെ കൃഷി ചെയ്യണം, ഒരുപക്ഷെ എല്ലാവർക്കും കൃഷി ചെയ്യാൻ എങ്ങനെ ചെയ്യണമെന്നറിയില്ല, ഏത് സീസണിൽ ചെയ്യണമെന്നറിയില്ല. ഇപ്പോഴാണ് കാലാവസ്ഥാ വ്യതിയാനം വലിയ തരത്തിൽ വരികയാണ്. എപ്പോഴാണ് മഴ വരുന്നതെന്ന് അറിയാൻ പറ്റും. ഇപ്പം നല്ല മഞ്ഞ് വരേണ്ട സമയത്ത് നല്ല മഴ വരും. കാലാവസ്ഥയിൽ വലിയ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പഴയതുപോലെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന സന്ദർഭത്തിൽ നമുക്ക് ഇന്ന ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് നടക്കത്തില്ല. കാലാവസ്ഥാ വ്യതിയാനം വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ പുതിയ വിത്തിനങ്ങൾ കൂടുതൽ വരുന്നുണ്ട്. ഇപ്പോൾ കിഴങ്ങ് അതുപോലുള്ള കാര്യങ്ങളെല്ലാം പുതിയ തരത്തിലുള്ള കൂടുതൽ ഉൽപ്പാദനം കിട്ടാൻ കഴിയുന്ന തരത്തിലുള്ള ഇത് വരുന്നുണ്ട്. അതുമെല്ലാം നമ്മൾ ഉപയോഗിക്കപ്പെടാൻ കഴിയും. പോലീസ് സേനയിൽ നിന്ന് സബ് ഇൻസ്പെക്ടറായി വിരമിച്ച ജി. ഹരിദാസ്, ഫർണിച്ചർ വ്യാപാര സ്ഥാപന ഉടമ തോട്ടിങ്കൽ വിധു, ചെത്തുതൊഴിലാളിയായ ചന്ദ്രബാബു എന്നിവർ ചേർന്നാണ് 2.5 ഏക്കറിൽ കൃഷി ഇറക്കിയത്. തണ്ണിമത്തൻ, ഇളവൻ, വെള്ളരി, വെണ്ട, തക്കാളി, വിവിധയിനം മുളകിനങ്ങൾ, വഴുതന, സലാഡ്, വെള്ളരി, പാവൽ, പടവലം, പയർ തുടങ്ങിയവയാണ് ചീരയോടൊപ്പം നട്ടുവളർത്തിയത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം സന്തോഷ് കുമാർ, പഞ്ചായത്ത് അംഗം രജനി രവിപാലൻ, കർമ്മസേന കൺവീനർ ജി. ഉദയപ്പൻ, കൃഷി ഓഫീസർ റോസ്മി ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. ഞങ്ങളുടെ നാട്ടിൽ ഇന്ന് കണ്ടുവരുന്ന ഏറ്റവും വലിയ മാരക രോഗം ക്യാൻസറാണ്. ഇതിന് പ്രധാന കാരണം നമ്മുടെ ഭക്ഷണത്തിൽ നിന്നാണെന്നുള്ള തിരിച്ചറിവോടുകൂടി രോഗമില്ലാത്തൊരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി നമ്മളാൽ കഴിയാവുന്നൊരു സഹായം സമൂഹത്തിന് ചെയ്തു കൊടുക്കുക. അതിന് മാതൃകാപരമായി ഞങ്ങൾ ഈ പാടത്ത് കഴിഞ്ഞ 10 വർഷമായി പരമ്പരാഗത കൃഷിയായ വിരിപ്പും മുണ്ടകനും കൃഷി ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കാലാകാലങ്ങളിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നു. ധാരാളം നഷ്ടമാണെങ്കിൽ പോലും ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ഞങ്ങൾക്ക് സുരക്ഷിതത്വമുള്ളതുകൊണ്ട് രോഗങ്ങളില്ല. അതുകൊണ്ട് ഞങ്ങൾ 3 പേരും കൂടി ഈ വർഷം 15 ഐറ്റം ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അത് നല്ല രീതിയിൽ ജൈവ രീതിയിൽ സമൂഹത്തിന് എത്തിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം.